ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലിപ്പിൽ എങ്ങനെയാണ് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ്, ജാസ്മിൻ ബഡ്സ്, പോളൻസ്, പിന്നെ ഫെൽറ്റ് ഷീറ്റുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഫെൽറ്റ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ക്ലിപ്പിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന ഒരളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ബഡ്സിനെ വെച്ച് കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഗമ്മിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബഡ്സുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബഡ്സിൻ്റെ അറ്റം മുറിച്ച് കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ കൊമ്പ് പോലെ നിൽക്കുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ, അവിടെ മുറിച്ച് കൊടുക്കണം എന്നൊന്നുമില്ല. അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബഡ്സ് ഇങ്ങനെ പൊങ്ങി നിന്നോട്ടെ. ഈ താഴ്ഭാഗം നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ടുമാണ് ഇങ്ങനെ നിരനിരയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യം തന്നെ ഉള്ളൂ. ഒന്ന്, നിരനിരയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ അളവ് കറക്റ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ഒരേ ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരേ വലുപ്പത്തിലുള്ള ബഡ്സ് മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ചെറുതും വലുതും ഒന്നും ആയി പോവാതെ ഒരേ അളവിലുള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് നമുക്ക് കാണുമ്പോൾ നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ നിരയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അറ്റം വരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എത്തുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ഒന്ന് നേരാക്കി കൊണ്ടുവരാം കേട്ടോ. ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് മുകളിലേക്കാക്കിയിട്ടല്ലേ ഒട്ടിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് എൻഡ് ആകുമ്പോഴേക്കും ഒന്ന് നേരാക്കി കൊണ്ടുവന്നിട്ട് താഴ്ഭാഗത്ത് ഈ സൈഡിലേക്കുമായിട്ട് ഒരു ബഡിനെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലായിട്ടും നമുക്ക് കുറച്ച് ബഡ്സിനെ വെച്ച് കൊടുക്കാം. ഒന്ന് തിക്കായി നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ ബഡ്സൊക്കെ ഞാനിതാ ഈ സെൻറ്ററിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 25ഓളം ബഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ക്ലിപ്പൊക്കെ ആണെങ്കിൽ ക്ലിപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം തിക്കായിട്ട് ഫെൽറ്റിൽ ഇങ്ങനെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പം എനിക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് തോന്നി. അവിടെയും കൂടെ ഞാൻ ഒരു ബഡിനെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ ഞാൻ ഇതുപോലെ ബഡിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് പോളൻസിനെ വെച്ച് കൊടുക്കണം. പോളൻസ് ഞാൻ ഗോൾഡൻ കളർ പോളനാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ വരുന്ന ത്രെഡിൻ്റെ അറ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതിനൊന്ന് വേറിട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നോരോന്നാക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്യാപ്പിലേക്കൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് നമ്മുടെ ഓരോ പോളൻസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് എല്ലാ ഗ്യാപ്പിലേക്കും വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കളർ മാറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഗോൾഡൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സിൻ്റെ കളേഴ്സിലൊക്കെ ആക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെറ്റ് സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനും റെഡും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കോംബോ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിനെ നമ്മുടെ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ക്ലിപ്പിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗമ്മിനെ ക്ലിപ്പിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിനെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒട്ടുന്ന രീതിക്കൊന്ന് പിടിച്ചു കൊടുക്കുക, ഒട്ടിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. കണ്ടോ, ഇതിൻ്റെ ലാസ്റ്റ് ലുക്കാണിത്. നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഭാഗം കാണിച്ചു തരാം. ബാക്ക് ഭാഗം വന്നിട്ടും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ,
സെൻറ്ററിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വലിയവർക്ക് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ക്ലിപ്പിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.